പ്രതീക്ഷകളെ തകിടം മറിച്ച് നല്ല മൂവിയാണ്. ബാലു വർഗീസ് തകർത്തിട്ടുണ്ട്. അതേപോലെ അർജുൻ അശോകനായാലും പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് മൂവി. എല്ലാം കൊണ്ടും നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ട്രെയിലർ കണ്ടപ്പോ വല്ല പ്രതീക്ഷ തോന്നില്ല, പക്ഷെ തിയേറ്ററിൽ കയറിയപ്പോ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം ഇന്റർവെല്ലിൽ തന്നെ നല്ലൊരു സസ്പെൻസോട് കൂടിയാണ് വന്നത്. അർജുൻ അശോകനായാലും സൂപ്പർ ആയിട്ടുണ്ട്. ബാലു വർഗീസ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാലു വർഗീസ് ആണ് സ്റ്റാർട്ട് മുതൽ എൻഡ് പോലെ മൂവിയിലേക്ക് കൊണ്ടുപോകുന്നത്. ബട്ട് നന്നായിട്ടുണ്ട് മൂവി, എല്ലാ അർത്ഥത്തിലും നല്ലതാണ്. ഇതൊരു വെറൈറ്റി ജോണറാണ്. കുറെ കാലം കാണാത്തൊരു വെറൈറ്റി സാധനം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ കുറെ ഈ പറഞ്ഞ പുണ്യാളം പടം ഈ മൂവീസ് ഒക്കെ വന്നു. അത്യാവശ്യം നല്ല മൂവി തന്നെയാണ്. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട അനശ്വരനെ ഇഷ്ടപ്പെട്ടു, അർജുനശ്വരനെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ പടം. എങ്ങനെയുണ്ട് സിനിമ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? കോമഡി സിനിമയാണോ? ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ? ബാലു വർഗീസ് അച്ഛനായിട്ട് നല്ല പടം. ഒരു ഫൺ ത്രില്ലാണ്, നമുക്ക് ഫുള്ളായിട്ട് കണ്ടിരിക്കാം. ഒരു കോമഡി വിത്ത് ഫണ്ണാണ്, ഫുൾ ടൈം ഫൺ. അപ്പോൾ ഏതായാലും നമുക്ക് സിനിമയ്ക്ക് ഫുൾ ടൈം ആസ്വദിച്ച് കാണാനുള്ള പടമുണ്ട്. എല്ലാവരും കാണാം. ഓക്കെ, നല്ലായിരുന്നു കേട്ടോ, അടിപൊളി, വേറൊരു ലെവലാ. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി കേട്ടോ. ഒരു ഫാന്റസി മൂഡിലാണ് പടം പോകുന്നത്. ഒരു പുണ്യാളനുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു മൂഡിലാണ് പടം പോകുന്നത്. കുഴപ്പമില്ല, നല്ലൊരു സിനിമ. ഫാമിലി ആയിട്ട് വന്ന് കാണാം. അർജുൻ അശോകൻ നന്നായിട്ടുണ്ട്. അർജുൻ അശോകൻ വരുന്നതോടെ പടം ഒരു സ്പീഡപ്പ് ആവും. അനശ്വരൻ നന്നായിട്ടുണ്ട്. നല്ലൊരു സിനിമ കേട്ടോ, കുഴപ്പമില്ല. അത് ഫാമിലിക്കാണ് കാണാൻ പറ്റിയ കോമഡി അതാ പറയുക, ഫാമിലി മൂവിയാണ്. ഇല്ല, പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ചിരിക്കാനുണ്ട് പടവും. ഓക്കെ, കൊള്ളാം. തിയേറ്റർ വാശിയുള്ള മൂവിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഇരിക്കാനാണ്. പിന്നെ സാധാരണ ഓഡിയൻസിനെ കണക്റ്റഡ് ആവും. പിന്നെ ഇവര് മൂന്നുപേരുള്ള കോംബോ സീൻസുകളൊക്കെ നല്ല രസമായിട്ടാണ് പടത്തിൽ പോകുന്നത്. പിന്നെ അർജുൻ അശോകന്റെ ഒരു വെറൈറ്റി മേക്കിംഗ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വൺ ടൈം വാശിയുള്ള മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊള്ളാം, അത്യാവശ്യം കോമഡി ഉണ്ട്, പക്ഷെ പടം കണ്ടിരിക്കാൻ രസമാണ്. പുണ്യാളൻ എന്ന സിനിമ അതിമനോഹരമായിട്ടൊരു സിനിമ എന്ന് തന്നെ പറയാം. നമുക്ക് ഇതിൽ കണ്ടിട്ട് തോന്നിയത് ഒരു കള്ളന്മാരാണെങ്കിലും അവർക്കൊരു നന്മയുണ്ട്. അങ്ങനെയുള്ളൊരു കഥാതത്വമാണ് ഇതിലുള്ളത്. എന്തായാലും മഹേഷ് മധു എന്ന ഡയറക്ടർ നന്നായിട്ട്, അർജുൻ അശോകന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ബാലു വർഗീസ് അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു വ്യത്യസ്ത കഥ, ഫാമിലി ആയിട്ട് നല്ലൊരു ഹിറ്റ് എന്ന് തന്നെ പറയാം. കാരണം മലയാള സിനിമ ഇപ്പൊ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേപോലെ ഇത് വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെയാണ് ഈ പുണ്യാളൻ എന്ന് പറയുന്ന ഈ സിനിമ. ബാലു വർഗീസ് ആണെങ്കിലും ഇപ്പൊ രഞ്ജി പണിക്കർ ആണെങ്കിലും അവരുടേതായിട്ടുള്ള റോളുകളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ബോറടിയില്ല, നന്നായിട്ട് ത്രില്ലിംഗ് ആണ്. പിന്നെ അനശ്വര രാജനെ കുറിച്ച് പറയണമെങ്കിൽ നല്ല ത്രില്ലിംഗ് ആണ്. ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ എടുത്തിട്ട്